നമുക്കിന്ന് ഊണിന് വേണ്ടി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടി 1/2 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തു. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ചെമ്മീൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ വറുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും കറിവേപ്പില, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ആ എണ്ണയിലിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെമ്മീനിൽ ഉപ്പ് ചേർത്താണ് വറുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നമുക്ക് പിന്നീട് ചേർക്കാം. ഞാൻ ഇതൊന്ന് എടുത്ത് മാറ്റിയാണ്. ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 1.5 സ്പൂൺ, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് നമ്മൾ വഴറ്റുക. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വറുത്തെടുത്തത്. എന്നിരുന്നാലും ഇനി വറുത്തെടുത്ത് ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര സ്പൂണ് പൊടികളെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ചെമ്മീൻ റോസ്റ്റ്
റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം.